പേ പിടിച്ചതും മറ്റ് രോഗബാധയുള്ളതുമായ തെരുവു നായ്ക്കളുടെ ദയാവധത്തിന് പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. ഏതെങ്കിലും രോഗം പടർത്തുന്ന സാഹചര്യം മൃഗങ്ങളിലുണ്ടെന്ന് സർക്കാർക്ക് ബോധ്യപ്പെട്ടാൽ അവയെ ദയാവധത്തിന് വിധേയമാക്കണമെന്ന കേന്ദ്ര ചട്ടത്തിലെ വ്യവസ്ഥ പാലിച്ചാകും നടപടികൾ. പേ വിഷബാധ സംബന്ധിച്ച് സർക്കാർ വെറ്റിനറി സർജൻ സാക്ഷ്യപത്രം നൽകണം. അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലെ എതിർപ്പ് കണക്കിലെടുത്ത് തദ്ദേശ വകുപ്പ് 152 ബ്ലോക്കുകളിൽ മൊബൈൽ പോർട്ടബിൾ യൂണിറ്റുകൾ സജ്ജമാക്കും. ABC പിടിക്കുന്നവർക്ക് 300 രൂപ നൽകും. അടുത്ത മാസം തെരുവു നായ്ക്കൾക്കും സെപ്റ്റംബറിൽ വളർത്തുനായ്ക്കൾക്കും പേ വിഷ പ്രതിരോധ കുത്തിവയ്പ് നടത്തും. വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് നൽകാൻ ക്യാമ്പ് സംഘടിപ്പിക്കും. ചിപ്പും ഘടിപ്പിക്കും. 12 അക്ക നമ്പറടങ്ങിയ ചിപ്പിലൂടെ മേൽവിലാസവും വാക്സിനേഷൻ ലൈസൻസ് വിവരങ്ങളും അറിയാം. ABC ചട്ടങ്ങളിൽ 2023 വന്ന ഭേദഗതി പ്രകാരം പേ ബാധിച്ച നായക്കളെ കൊല്ലാനാകില്ല, പ്രത്യേകം കൂട്ടിലിട്ട് നിരീക്ഷിക്കണമെന്നാണ് ചട്ടം. ABC പദ്ധതി കൊണ്ട് മാത്രം തെരുവുനായ ഭീഷണി പരിഹരിക്കാനാകില്ലെന്ന് വിലയിരുത്തിയാണ് കേന്ദ്ര ചട്ടത്തിലെ വ്യവസ്ഥകൾ ഉപയോഗിച്ച് ദയാവധത്തിനുള്ള നീക്കം. വടക്കാഞ്ചേരി MLA-യുടെയും നഗരസഭാ ഭരണസമിതിയുടെയും ദുർവാശി ഒന്നുകൊണ്ട് മാത്രമാണ് ഗ്രൗണ്ട് ചെളിക്കുളമായി കിടക്കാൻ കാരണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയും കൗൺസിലറുമായ PN